ഇ-കൊമേഴ്സ് കൺസൾട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരിക്കൽ ഞാൻ എൻ്റെ ക്ലയൻറ്റിന് സജസ്റ്റ് ചെയ്തൊരു മെത്തേഡാണ്. നോർമൽ ഒരു ഇ-കൊമേഴ്സ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് അപ്സെല്ലിംഗ്, ക്രോസ് സെല്ലിംഗ് പോലുള്ള ഫീച്ചറുകൾ കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ക്രോസ് സെല്ലിംഗ് എന്നുള്ളത് മനസ്സിലായില്ല. സിമ്പിളായിട്ട് ഞാനത് പറയുകയാണ്. ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളൊരു മസാല ദോശയ്ക്ക് ഓർഡർ കൊടുത്തു. ഈ മസാല ദോശയുടെ ഒപ്പം സപ്ലയർ ഒരു വട കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 10 പേരോ 20 പേരോ വട വേണ്ടെന്ന് പറയും. ബാക്കി ഒരു 80 ആൾക്കാർ ആ വടയും കൂടി കൺസ്യൂം ചെയ്യും. ബില്ല് പേ ചെയ്യുമ്പോൾ വടയ്ക്കൊപ്പം മസാല ദോശയ്ക്കൊപ്പം വടയുടെ ബില്ലും കൂടി ചേർത്താണ് അവർ അടയ്ക്കുന്നത്. അല്ലെങ്കിൽ ഒരു മൊബൈൽ ഷോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ മൊബൈൽ വാങ്ങുന്നതിനൊപ്പം കടക്കാരൻ തരുന്ന മൊബൈലിൻ്റെ പൗച്ചും കൂടി വാങ്ങുന്നു. മൊബൈൽ വാങ്ങുന്ന കസ്റ്റമർ പൗച്ചിൻ്റെയും കൂടെ പേയ്മെൻറ്റ് അടയ്ക്കുന്നു. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഓർഡർ വാല്യൂ കൂടിയെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ ടേൺ ഓവർ കൂടിയെങ്കിൽ മാത്രമാണ് ബിസിനസ് കൂടുതൽ പ്രോഫിറ്റബിൾ ആകുക. പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഉള്ള കസ്റ്റമേഴ്സിന് അവരുടെ ഓർഡർ വാല്യൂ കൂട്ടുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇ-കൊമേഴ്സിൽ മാത്രമല്ല, നിങ്ങളുടെ കൺവെൻഷണൽ ബിസിനസ്സുകൾ എന്തും ആയിക്കോട്ടെ, ഹോട്ടലായിക്കോട്ടെ, റെസ്റ്റോറൻറ്റ് ആയിക്കോട്ടെ, ഫർണിച്ചർ ഷോപ്പ് ആയിക്കോട്ടെ, ഏതിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ക്രോസ് സെല്ലിംഗ്. ഇതുപോലെ ചെറിയ ചെറിയ ടിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് കൂടുതൽ പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.